ഡെബ്സിനെ പോലൊന്നും ഒരാൾക്കും ആകാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ദാസാട്ടൻ്റെ സ്റ്റൈലിൽ തന്നെ ഒരു പാട്ട് പാടിയിട്ട് ഡെബ്സിൻ്റെ അത്ര വ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആക്കാൻ പറ്റൂല. സിംഗർ എന്നുള്ള ലെവലിൽ മ്യൂസിക്കിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയത് ഞാനായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഡെബ്സിന്റെ മുന്നേ വേടനെല്ലാം ചെയ്തിട്ട് പാട്ട് കേട്ടാൻ പാടില്ല. ബുക്കിൽ എന്ത് പാട്ടാണ് ഇത് പാടിയത്, പിന്നെ ഈ പാട്ട് എവിടെ ഹിറ്റ് ആവില്ല, വ്യൂസ് പോയിട്ട് മണ്ണാങ്കട്ടം വരില്ല. എന്താ വെറുതെ തല വെച്ച് കൊടുത്തു. ഉപ്പ ഉപ്പ എന്നോടാണോ ഉമ്മാനോടോ സ്നേഹം. 5-6 ദിവസം കൊണ്ട് 1 മില്യൺ വ്യൂസ്, 3 മാസം കൊണ്ട് 1 കോടി വ്യൂസ് ഒരു ചാനലിൽ. 5 കൊല്ലം കൊണ്ട് 10 കോടിൻ്റെ എടുക്കുക. ഭയങ്കര ബ്രേക്കിംഗ് ആയി, ഭയങ്കര ഫണ്ടായി. ഞാനും മോളും തനിച്ച ഏറെ ദൂരം കോതിച്ച ഉപ്പാക്കെന്നും സ്നേഹം മൊത്തം ഉമ്മച്ചിയോടാ, ഉപ്പാക്കെന്നും കരള ഉമ്മാക്കെന്നും. ഇതേപോലെ ചില പാട്ടിൽ 100 പാട്ടുകാരെല്ലാം ഇറക്കിയിട്ട് ഞാൻ പാട്ടിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എത്രയാ 10 പാട്ടുകാർ പ്രൊഫഷണലും, ബാക്കി 90 ഇതേപോലെയാണ്. അങ്ങനെ പക്ക ബിസിനസ് സീഡിൻ്റെ അതേപോലെ കൊണ്ട് പാടുന്നവരാണ്. നമ്മളെ ഗ്രൂപ്പിൽ മാത്രം ഇടാതെ വിഷയങ്ങൾ ഇതല്ലോ. ഷാഫിഖ് ഖാന്റെ ഹിറ്റുകൾ ഞാനാണ് ഇട്ടിട്ട് ആ ബിസിനസ് ഞാൻ ഇന്ന് ചെയ്യുന്നതാണെങ്കിൽ 1 വർഷം കൊണ്ട് മിനിമം 25 കോടി ഉറുപ്പിക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. തൻസീർ കൂത്തുപറമ്പ് നമ്മോടൊപ്പം ഉണ്ട്. ഇക്ക, അപ്പോൾ ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങാം. ഉപ്പ ഉപ്പ എന്ന് തുടങ്ങുന്നത് എന്താ പറയുക, 10 കോടി ആൾക്കാർ എല്ലാ ചാനലിൽ നിന്നും കണ്ടൊരു പാട്ടല്ലേ അത്? ചാനലിൽ നിന്ന് 3 കോടിയും പിന്നെ എല്ലാ ചാനലും കൂടി മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഒരു 10 കോടിൻ്റെ അടുക്ക വ്യൂസ്. 10 കോടി വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ആ പാട്ടൊന്ന് പാട്. ഓക്കെ. ഉപ്പ ഉപ്പ എന്നോടാണോ ഉമ്മാനോടോ സ്നേഹം, എൻ്റെ ബാപ്പ ചൊല്ലിടണം ഉള്ളിലുള്ളൊരിഷ്ടം. എൻ്റെ ബാപ്പ പൊന്നു ബാപ്പ ഈ കനിമോനെ മറന്നു, ബാപ്പയുടെ ചക്കരക്കുട്ട നിന്റെ ഇത്താനെക്കാളേറെ ഇഷ്ടം. എന്നുവെച്ചാ ഇത് കുട്ടിയൊക്കെ ഒരു ബാപ്പയും മോനും ഭയങ്കര സംഭാഷണ ഗാനമാണ്. ചിലപ്പോ മുതിർന്നവർക്ക് ചിലപ്പോ അങ്ങനെ ദഹിക്കേണ്ട സാധനമല്ല, ഒരു അനിമേഷൻ റൂട്ടുള്ള സാധനം. പക്ഷെ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടം. കുട്ടികളുടെ ആ ഒരു മൈൻഡിനെ എങ്ങനെ ഹാക്ക് ചെയ്യുന്നത്? ഈ പാട്ടെല്ലാം കുട്ടികളുടെ പാട്ടുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വർക്ക് ഈ ഫീൽഡിലും ക്വാളിറ്റി കണ്ടന്റിന് പുറമെ ഞാൻ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കലുണ്ട്. കുട്ടികൾക്ക് വേണ്ട കണ്ടന്റുകൾ. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഓഡിയൻസ് ആണ്. ഈ സാധനം 10 കോടി വ്യൂസ് വന്നു, ഈ 10 കോടിയും കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. കാരണം എന്തോ അറിയോ, ഇപ്പൊ കാത്തു എന്ന് പറഞ്ഞൊരു പാട്ട് 400 മില്യൺ വ്യൂസ് യൂട്യൂബിൽ മലയാളത്തിലെ ബ്രേക്കിംഗ് വ്യൂസ് ആണ്. എന്തുകൊണ്ട് വന്നു? ഈ 400 മില്യനും കുട്ടികളെ കാണാൻ ഒരു കാരണവശാലും ഈ പാട്ട് വലിയ ആള് കാണൂല, ഉറപ്പല്ലേ? അതേ. അപ്പൊ ഞാൻ ചിന്തിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഒരുപാട് സാധനം ചെയ്യുക. പിന്നെ എൻ്റെ ഓഡിയൻസ് ഒരു കുട്ടികളുണ്ട്, എനിക്ക് ഓൾറെഡി കുട്ടികളോട് നല്ലൊരു ഇഷ്ടമുള്ളത് കൊണ്ട് അവരെന്നെയും ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കുട്ടികളെ ഈ സംഭവം തുടങ്ങിയത്. ഇപ്പം പിന്നെ അതൊരു ബിസിനസ്സായിട്ട് എനിക്ക് മാറാനും പറ്റി. കാരണം കുട്ടികൾക്ക് ഇത്രയൊരു ഓഡിയൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. കൺഫേം കുട്ടികൾ, കാരണം അവർ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ പാട്ട് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ എന്തുകൊണ്ട് ബിൻഷക്ക് ഒരു കുട്ടിയാണ് വിചാരിച്ചോ, ബിൻഷ ഓൾറെഡി ഒരു ഫിലിം ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടി വന്നിട്ട് നല്ല ബിൻഷക്ക് നല്ല സ്നേഹമുള്ളൊരു കുട്ടികളാണെങ്കിൽ കുട്ടികൾ വന്നിട്ട് പറയുന്നത് ആ പാട്ട് വേണ്ട, ഇങ്ങനെ വേറൊരു പാട്ട് വെക്കുക, അല്ലെങ്കിൽ എൻ്റെ ഈ പാട്ട് വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻഷക്ക് വെക്കുമോ? കേൾക്കും. അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തിട്ട് കേൾക്കും. അപ്പൊ ആ പാട്ട് എൻ്റെ പാട്ടാണ് ഒരിക്കൽ വെച്ചാൽ മതി, ഒറ്റൊരിക്കൽ വെച്ചാൽ അവർ അഡിക്റ്റ് ആവും കുട്ടികൾ. അത് ഓൾറെഡി ഒരു അഡിക്ഷൻ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരാളെ ഞാൻ അധികവും ഇങ്ങനെ റിപ്പീറ്റേഷൻ സാധനം വരുന്നു. കുട്ടികൾക്ക് ഒരു പാട്ട് അവർക്ക് ഇഷ്ടപ്പെടേണ്ട സാധനങ്ങൾ വിഷ്വലിൽ നമ്മൾ കൊണ്ടുകൊടുക്കണം. കാർട്ടൂണിന്റെ സെയിം സാധനം നേരെ എന്ത് ചെയ്യുക, നമ്മളത് വീഡിയോ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൽ വേറൊരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പാട്ടുകൾ ഇങ്ങനെ പാടി കോടിക്കണക്കിന് വ്യൂസ് കാര്യങ്ങളിലും വന്നല്ലോ. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. ഈ പാട്ട് എഴുതിയത് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റിനെ കൊണ്ട്. 15 മിനിറ്റ് മ്യൂസിക് ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി. ആദിൽ അത്തു എന്ന് പറഞ്ഞ സിംഗറാണ് ഓൾറെഡി സ്റ്റുഡിയോയിൽ. മൂപ്പറ മക്കളാണ് ഈ രണ്ടും പാടിയത്. ഫിസ്റനിയും സഹറാന രണ്ടും മക്കൾ. ഇവരാദ്യമായിട്ട് നമ്മൾ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത്തുക്ക പാട്ട് എഴുതുന്നതാ, നല്ല കലാകാരനാണ്. നമ്മുടെ സ്റ്റേജിലെല്ലാം അടിച്ച് കുലുക്കുന്ന ഒരു പെർഫോമർ സിംഗറും കൂടിയാണ്. അപ്പൊ അത്തുക്കാണ്ട് ഞാൻ പറഞ്ഞു, അത്തുക്ക
പിന്നെ എൻ്റെ ടേസ്റ്റിൽ ഇങ്ങനെയാണ് ഒരു സാധനം, സംഭാഷണ ഗാനം, ഓവർ സാഹിത്യം പാടില്ല, കുട്ടികൾക്ക് മനസ്സിലാണ്. അപ്പം എന്നോട് അത്തൊക്കെ അന്നേരം ചോദിക്കുന്നുണ്ട്, എടാ ഇത് വലിയ ആൾ ഇങ്ങനത്തെ ഒരു കാരണം ചക്കര കുട്ടാ നിന്റെ ഇത്താനെക്കാളേറെ ഇഷ്ടം അപ്പൊ അതെല്ലാം പ്രശ്നമല്ലേ. ഞാൻ പറഞ്ഞ അതാണ് എനിക്ക് വേണ്ടത്, നിങ്ങൾ ഓൾറെഡി അതേപോലത്തെ ഒരു സാധനം ചെയ്യുന്നു പറഞ്ഞ് മൂപ്പർ ലിറിക്സ് എഴുതി ഒരൊറ്റ ടേക്ക്. കാരണം മൂപ്പർ ഈ ബർത്ത്ഡേ സോങ് ഇങ്ങനത്തെ സോങ് എഴുതുന്നത് നല്ല പൾസില്ലതാ, ബുദ്ധി കളിക്കുന്നത്. അതായത് ഈ ബർത്ത്ഡേ സോങ്ങിന്റെ എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യണല്ലോ, അവരുടെ ബുദ്ധി നമ്മൾ ഇങ്ങോട്ടെടുക്കണല്ലോ. അപ്പൊ അത്തുക്കാരോട് പറഞ്ഞു, അത്തുക്ക ഇങ്ങനെയാണ് സാധനം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത്തുക്കാർക്ക് അറിയാം എൻ്റെ ബിസിനസ് മൈൻഡുകളും ഇതിൽ ഇല്ല കാര്യങ്ങളും എല്ലാവർക്കും അറിയാം, എൻ്റെ ഒപ്പരയുള്ള സഹപ്രവർത്തകർക്ക് മൊത്തം അറിയാം. അപ്പോൾ അത്തുക്ക പറഞ്ഞു നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ. 15 മിനിറ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ അത്തൊക്കെ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ റെക്കോർഡിങ് ചെയ്യുമ്പോൾ മൂപ്പറ ഫാമിലി സ്റ്റുഡിയോ തന്നെ പിന്നെ ഇതായത് പാട്ട് പാടി. അപ്പോൾ അത്തൊക്കെ പറഞ്ഞാ ഇത് വർക്ക് ഹിറ്റ് ആവുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു കൺഫേം 100% ഞാൻ ഉറപ്പ് പറഞ്ഞു, കൺഫേം ഞാൻ ഇതെന്തായാലും വ്യൂസ് അടിക്കും എന്നെല്ലാം പറഞ്ഞു. പാട്ടിറങ്ങി ആദ്യത്തെ ദിവസത്തിൻ്റെ മുന്നേ, റിലീസിൻ്റെ 2 ദിവസം മുന്നേ അത്തുക്ക ഗൾഫിൽ എവിടെയോ ഷോയിൽ പോയാലും ഒരു സിംഗർ, ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ എടുക്കുക, ഈ പാട്ട് കേൾപ്പിച്ച്. അപ്പം പറഞ്ഞാൽ എൻ്റെ മക്കൾ ആദ്യമായിട്ട് പാടിയ, മക്കളോട് ഭയങ്കര ഇഷ്ടമില്ല ഒരു ഉപ്പിയാണ് കേട്ടോ ഈ അത്തുക്ക എന്ന് പറഞ്ഞാൽ. ഭയങ്കര വൈഫിന് അത്തുക്ക വേറെ തന്നെ ഒരു ക്യാരക്ടർ. കാരണം എൻ്റെ റിയൽ ലൈഫിൽ ഇപ്പം ഞാൻ എന്നുകൊണ്ട് എൻ്റെ ഫാമിലി ഹാജുവിനടിക്കും എൻ്റെ മക്കളോടക്കെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടെല്ലാം കുറേ പ്രചോദനം മൂപ്പർ എടുക്കുന്നുണ്ടായിട്ടുണ്ട്. കാരണം ഒരു 5-8 വർഷം മുന്നേ മക്കൾ എങ്ങനെ കെയർ ചെയ്യാമെന്നല്ലോ മൂപ്പർ ഭയങ്കര ആ കാര്യത്തിൻ്റെ അടുത്ത് ഞാൻ മൂപ്പറോടൊക്കെ സംസാരിക്കുന്ന വിഷയങ്ങളിതല്ലോ. അപ്പോൾ മൂപ്പറെ മക്കളെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ആ സിംഗറോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മക്കളും തൻസിയും കൂടി പാടിയ പാട്ടാണ്, ഞാനാണ് എഴുതിയത് പാട്ട് എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചു കൊടുത്തു. പാട്ട് കേട്ടാൻ പാടിൻ്റെ മൂപ്പര് എന്ത് പാട്ടാണ് ഇത് പാടിയത്, പിന്നെ ഈ പാട്ട് എവിടെ ഹിറ്റ് ആവില്ല, വ്യൂസ് പോയിട്ട് ഒരു മണ്ണാങ്കണ്ടിയും വരില്ല, നീ എന്തിനാ വെറുതെ തല വെച്ച് കൊടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കളിയാക്കി. അങ്ങനെ ഒരു അത്തുക്കാക്ക് എന്നെ പറ്റിയിട്ട് നല്ലോണം അറിയാം. അത്തുക്ക പിന്നെ സൈലന്റ് ആയി. അതൊക്കെ എന്നോട് ഇങ്ങോട്ട് വന്നു പറഞ്ഞത്, തനിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്തുക്ക നിങ്ങളൊരു കാര്യം പഠിക്കണ്ട, ഞാനൊരു വാക്ക് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ സക്സസ് ആയിരിക്കും. അത് ഓൾറെഡി ഇത് ഫേമസ് സിംഗർ അല്ല, ഇനിയിപ്പോൾ രാജവെമ്പാല വന്നിട്ട് പറഞ്ഞാലും നടക്കൂല എന്ന് പറഞ്ഞു. ആ ഡയലോഗ് രാജവെമ്പാല ആ ഒരു ഡയലോഗ് അത് പറഞ്ഞു കേട്ടോ. പാട്ടിറങ്ങി ഫസ്റ്റ് ഡേയിൽ 2 lakh വ്യൂസ്, ആദ്യത്തെ ദിവസം 5-6 ദിവസം കൊണ്ട് 1 million വ്യൂസ്, 3 മാസം കൊണ്ട് 1 കോടി വ്യൂസ് ഒരു ചാനലിൽ. പിന്നെ 3 മാസം കഴിഞ്ഞ് പിന്നെ നമ്മൾ പരക്ക ചാനൽ മൊത്തം അടിച്ച് ഫയർ ആക്കും. മൊത്തം ചാനലിൽ അങ്ങോട്ട് ഫയർ ചെയ്ത് 2-3 ഇപ്പം എത്രയാ 2019 5 കൊല്ലം കൊണ്ട് 10 കോടിൻ്റെ എടുക്കുക. ഭയങ്കര ബ്രേക്കിംഗ് ആയി, ഭയങ്കര ഫണ്ടായി. ഇന്ന് ആ സിംഗർ തന്നെ ഏത് അന്ന് കളിയാക്കിയ സിംഗർ അത്തുക്കാനോട് തന്നെ പറഞ്ഞടാ, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇത്രയും വ്യൂസ് വരുമെന്നും ഇത്രയും സംഭവമാണെന്നില്ല ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല പാട്ടാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അതാ ചിന്തിച്ചത്, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ടിറക്കുന്നത്. ഏത് ഈ മറ്റേ നമ്മുടെ ഉപ്പ ഇത് വലിയ ആളാരും കേൾക്കൂല, ഒരു ഏജ് കഴിഞ്ഞ് ഒരിക്കലും കേൾക്കൂല. പിന്നെ യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോൾ കമൻ്റ് അടിക്കുന്ന ആൾക്കാരൊന്നും ഈ കമന്റ് മേടിക്കാൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കാരണം ഇതിന്റെ എല്ലാ ആക്സസ് എൻ്റെ കയ്യിലുണ്ട്. ഓഫീസിൽ എൻ്റെ സ്റ്റാഫ് മൊത്തം ഞാൻ ആ കമന്റ് ഡിലീറ്റ് നമ്മൾ ചെയ്യിപ്പിക്കൂല, വേണ്ട അടിക്കുന്ന ആളെ അടിച്ചോട്ടെ. കാരണം എത്രത്തോളം കമന്റ് അവർ റോങ് അടിക്കുന്നു. കമന്റിന്റെ റീപ്ലേ കമന്റ് എന്ന് നമ്മൾ കൊടുക്കാറ്. അത് ആൾബോയ്സിൽ ചെക്ക് ചെയ്യുന്ന മതി. കമന്റ് റീപ്ലേ കമന്റ് ഫുൾ വീഡിയോ കാണാൻ അടുത്ത വീഡിയോ ക്ലിക്ക് ചെയ്യൂ, അവിടെ ക്ലിക്ക് ചെയ്യൂ. അതും കാണൂ. കാരണം വെച്ച് കഴിഞ്ഞാല് റോങ് കമന്റ് അടിക്കുന്ന ആൾക്ക് റെഡിക്ക് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ പൊട്ടന്മാരാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായി ചിലപ്പോൾ എൻ്റെ നമ്പറിലും കണ്ടിട്ട് തനിച്ച് ഇങ്ങനെ ഉണ്ട്, ഉപദേശം തരാം, ഉപദേശിക്ക ഇങ്ങനെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ. അപ്പൊ ഞാൻ പറയും അവിടെ മുത്ത അത് എനിക്ക് വേണ്ടിയിട്ടില്ല പാട്ടല്ല, അത് കുട്ടികൾക്കില്ല വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണ്. അത് ഓൾറെഡി ഒന്നുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. പിന്നെ ഞാനിത് ഒന്നുകൊണ്ട് ഭയങ്കര കലാകാരൻ എന്നല്ല, കലാസൃഷ്ടിയായിട്ടൊന്നും ചെയ്യുന്ന സാധനം ഒന്നല്ല. ഈ പാട്ട് ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കേൾക്കണം എന്നുള്ളൊരു മൈൻഡും ഇല്ല. അനശ്വരമാക്കി വെക്കുന്ന ഒരു സംഭവമല്ലോ, ഓർമ്മിക്കപ്പെടില്ല. ഇപ്പൊ മലയാളത്തിൽ തന്നെ കാത്തു എന്ന് പറഞ്ഞ പാട്ട് 400 മില്യനായി. എത്രയോ ഇപ്പൊ ഹരിമുരളി 20 എത്ര വ്യൂസ് ഉണ്ട് യൂട്യൂബില്. ദാസാട്ടിന്റെ എത്രയോ പാട്ടുകളുണ്ട്, നല്ല ഭയങ്കര ഹിറ്റ് പാട്ടുകൾ യൂട്യൂബിൽ എത്ര വ്യൂസ് ഉണ്ട്. കാസറ്റ് യുഗ അല്ല കേട്ടോ യൂട്യൂബിൽ. പക്ഷെ ഇന്നത്തെ ഇനിയിപ്പോൾ നല്ല സിംഗറിനെ ഒരുപാട് പാടിയ പാട്ടുകൾ എത്ര വ്യൂസ് ഉണ്ട്. വേറൊരു വിഷയം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഡബ്സിന്റെ പാട്ടുകൾ എത്ര ആൾക്കാർ അവനെ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ഇന്ന് മലയാളത്തിൽ ആവേശം എന്ന് പറഞ്ഞ പാട്ടാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഇല്ല, 100-200 മില്യൺ അടിച്ചിട്ടുണ്ട്. ഈ കാത്തൂന് പുറമെ ഫിലിമില് ഡബ്സിന് എത്ര ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. ഓൻ നെഗറ്റീവ് അടിക്കുന്നതിനനുസരിച്ച് ഓൻ നെഗറ്റീവായെന്നനുസരിച്ച് ഇപ്പോഴും ഡബ്സിയുടെ ഒരു പാട്ട് ഇപ്പം ട്രെൻഡിങ് ആണ്. അപ്പോൾ ഡബ്സിയുടെ പാട്ടെന്ന് വെച്ചാൽ എല്ലാവരും നെഗറ്റീവ്, വെറുതെ വോക്കൽ മാത്രമാണ് കൊടുക്കുന്നത്, വെറുതെ ഒരാൾക്കും ആകാൻ
പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനൊരു ട്രെൻഡാണ് ഉണ്ടാക്കിയത്, ഒരു പാട്ടല്ല ഹിറ്റാക്കുന്നത്, ഒരു ട്രെൻഡാണ് ഓൻ ഇവിടെ കൊണ്ടാന്ന് വെച്ചിട്ടുള്ളത്. റാപ്പ് അതേപോലെ ഇങ്ങനത്തെ ഫെജോ എത്രയോ വർഷം മുന്നേ ഓൻ ഈ ഫീൽഡിലുണ്ട്. പക്ഷെ ഓനിക്ക് കൂടി ഒരു ബ്രേക്ക് ആക്കി തന്ന ആരാ? ഫെജോ ആണ്. ഇപ്പൊ വേടൻ നല്ല സിംഗർ, ഡെപ്സിയാണ്. കാരണം ഡെപ്സി കൊണ്ടാന്ന് ട്രെൻഡ് മണവാളം തഗ്ഗി ഇവിടെ വർക്കൗട്ട് ആയത് കൊണ്ടാണ് അതിൻ്റെ ബാക്കിൽ ഒരുപാട് റാപ്പും പോപ്പും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വ്യൂവർഷിപ്പിലേക്ക് വന്നത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെന്നൈയിൽ ഒരു ദിവസം മീറ്റിങ്ങിന് പോയ സമയത്ത് സ്പോട്ടിഫൈവിൻ്റെ മീറ്റിംഗ് എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇവിടെ മലയാളത്തിലല്ല ദാസേട്ടൻ്റെ അല്ലേ, ഞാൻ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്കറ്റ് ആയിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ വിനീതാട്ട് ഇവരെല്ലാം പേര് പറയുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു, ഡെപ്സിൻ്റെ പാട്ടുണ്ടെങ്കിൽ ഇത്ര ലക്ഷം രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് തരാം. ഡെപ്സിയുടെ ഞാൻ ചാന്നിട്ട് ഡെപ്സിൻ്റെ പാട്ടിന്, കാരണം സ്പോട്ടിഫൈവിൻ്റെ ഇന്ത്യൻ്റെ മീറ്റിങ്ങിൽ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കമ്പനീൻ്റെ ആവശ്യത്തിന് ഞാൻ പോയേക്കുമ്പോൾ പറയുന്നത്, ഡെപ്സിയാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സൗത്തിലൊരു ട്രെൻഡ് ഉണ്ടാക്കിയത്. സൗത്തിൽ, കേരള അല്ല, സൗത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയത്. കാരണം അതിൻ്റെ വ്യൂവർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് സൗത്തിലും എല്ലാ ഇപ്പോൾ സൗത്തിൽ നിന്നല്ല എല്ലായിടയ്ക്കും സംഭവം കയറി വന്നില്ലേ. ഇപ്പോൾ ഹനുമാൻ കിഡ് വേൾഡ് വൈഡിലാണ് സംഭവം വന്നത്. പക്ഷെ എന്നാലും കേരള ഓഡിയൻസ് ഓനെ അംഗീകരിക്കേണ്ടി തന്നെയും ഡെപ്സിൻ്റെ ഓഡിയൻസ് വന്നിട്ട് അവിടെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാക്കി. റെഡിക്കോനെ നമ്മളെ ആൽബം ഇൻഡസ്ട്രി പോലും ചെറിയ ഡൗൺ ആണ്. കാരണം എന്താ, ഇതൊരു ട്രെൻഡ് ഉണ്ടാക്കി. ഫിലിം ഇൻഡസ്ട്രി ഡൗൺ ആണ്. കാരണം എന്താ, വിനീതാട്ടൻ എത്രയോ പാട്ടുകൾ പാടുന്നുണ്ട്, അഫ്സൽ, എല്ലാവരും ഇപ്പൊ ആരും പാട്ടില്ല. പറയുകയാണെങ്കിൽ എല്ലാവരും മലബാർ, ഹനുമാൻ കൈൻ്റെ ആണെങ്കിലും നമ്മുടെ ഡെപ്സി ആണെങ്കിലും മലബാറിൽ നിന്ന് എന്താ പറയാ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ലോകം മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനിക്കാവുന്നതല്ലേ? ഉറപ്പല്ലേ, ഷുവർ അല്ലേ? കാരണം അവർ അംഗീകരിക്കാൻ വേണ്ടത്. പിന്നെ അവരെ വ്യക്തിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും കണ്ടന്റിൽ ഇടാണ്ടിരിക്കുക. പിന്നെ ഡെപ്സി ഇവരിൽ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടോ. അവർ പക്ക ക്വാളിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ഞാൻ എന്താ ഇത്ര വർഷം കഴിഞ്ഞ് ഇങ്ങനെ കണ്ടന്റ് എൻ്റെ പേരിൽ അറിയപ്പെടണം, അങ്ങനെ ചിന്തിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ നെഗറ്റീവ് പറയുമ്പോൾ ഇവരിലൊക്കെ ഉണ്ടെങ്കിൽ ഹനുമാൻ കൈൻ്റെ ആവട്ടെ, ഫെജോ ആയിക്കോട്ടെ, MHR ആയിക്കോട്ടെ, ഇതിൽ ഡെപ്സി എന്ന് പറയുമ്പോൾ ഡെപ്സിക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. പക്ഷേ ഡെപ്സിയുടെ പാട്ടൊന്ന് വന്നാൽ അതൊരു വേറെ ലെവലാണ്. കാരണം മാങ്ങയിലെ മരത്തിലെ കല്ലെറിയും. കാരണം ഡെപ്സിയാണ് ഇപ്പൊ ട്രെൻഡ്. അപ്പൊ ഡെപ്സിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും എന്തെങ്കിലും ചെറിയൊരു കാരണങ്ങൾ ഉണ്ടെങ്കിൽ സംഭവം കേറിയിട്ട് അടിക്കും. വേടനെയൊക്കെ ഇഷ്ടമാണ്. ഓ, വേടന് പിന്നെ ഭയങ്കര ഇഷ്ടം. അത് ഞാൻ പറഞ്ഞല്ലോ, വേടനും ഇതെല്ലാം ഓരോരോ, ഇപ്പോൾ ഡെപ്സി ആയിക്കോട്ടെ, വേടൻ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ടീംസ്, ഫെജു ആയിക്കോട്ടെ, എല്ലാം വെറൈറ്റി സംഭവങ്ങളാണ്. പക്ഷെ ഇതിനൊരു തുടക്കക്കാരൻ ആരാണ്? ഡെപ്സിയാണ്. ഡെപ്സിക്ക് മുന്നേ തുടക്കക്കാരൻ നമ്മുടെ ആ ഒരു ഡെപ്സിന്റെ മുന്നേ വേടനെല്ലാം ചെയ്തിട്ടുണ്ടാവും. ഡെപ്സിക്ക് മുന്നേ തൻസീർക്കാണ് ശരിക്കും ആ ഒരു മ്യൂസിക്കിൽ ഭയങ്കര റിതമാറ്റിക്കില്ല, റാപ്പ് പോലത്തെ എന്താ റിതം എന്താ പഞ്ചില സംഭവങ്ങൾ ചെയ്ത. പക്ഷെ റാപ്പ് ഒന്നും നമ്മളെ മാപ്പിളപ്പാട്ട് ആൽബത്തിന്റെ ഒരു റൂട്ട് വ്യത്യാസപ്പെടുത്തിയെന്ന് മാത്രം പറയാം. പക്ഷെ ഈ പഴയ മാപ്പിളപ്പാട്ട് കേൾക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കൂല. കാരണം എന്താ, നമ്മൾ ചെയ്യുന്നത് ആൽബം മാപ്പിളപ്പാട്ടാണ്, നമ്മൾ മാപ്പിളപ്പാട്ടല്ല. പക്ഷെ ഞാൻ മാപ്പിളപ്പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ട്. പഴയ മാപ്പിളപ്പാട്ടും ഈ തനി മാപ്പിളപ്പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പഴയ മാപ്പിളപ്പാട്ട് ഞാനും എത്രയോ വലിയ സിംഗേഴ്സ് എല്ലാം പാടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ ഷെരീഫ് ഖാൻ, മൂസക്ക, ഇവരെല്ലാം കുറെ മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. മൂസഖാനായിട്ടേക്കും ഷെരീഫ് ഖാനൊക്കെ ഏറ്റവും വ്യൂസ് അനക്കയില്ലത്. ഞാൻ അവരത്ര കലാകാരനല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ വ്യൂസ് അനക്കയില്ലത്. അത് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ദാസേട്ടനും ഡെപ്സിയും, ദാസേട്ടനാണോ കലാകാരൻ, ഡെപ്സിയാണോ കലാകാരൻ? ദാസേട്ടനും. പക്ഷെ വ്യൂസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡെപ്സിക്കാണ്. അപ്പൊ അത് ജനങ്ങൾ ചിന്തിക്കുക. പക്ഷെ ദാസേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് വേറെയാണ്. അതുപോലെ തന്നെ ഡെപ്സി ഇഷ്ടപ്പെടുന്ന പഴയ ആൾക്കാർക്കും ഇഷ്ടമാണ്, പുതിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടമാണ് ഡെപ്സി. അത് ട്രെൻഡാണ്, ട്രെൻഡിനനുസരിച്ചുള്ള സംഭവങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ കേസറ്റ് യുഗത്തിൽ നമ്മുടെ ദാസേട്ടൻ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയാം, അപ്പം അത്രയും ഫാൻസ് ഇല്ലല്ലേ ഇന്നത്തെ ജനറേഷനിൽ ഒരു ദാസേട്ടൻ ഡെപ്സി പറഞ്ഞ പോലത്തെ പാട്ടോ അല്ലെങ്കിൽ സാധാരണ ദാസേട്ടൻ്റെ സ്റ്റൈലിൽ തന്നെ ഒരു പാട്ട് പാടിയിട്ട് ഡെപ്സിൻ്റെ അത്ര വ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആക്കാൻ പറ്റൂല, ഒരിക്കലും ആക്കാൻ പറ്റില്ല. കാരണം അത് ട്രെൻഡാണ്. കാരണം കല എന്നോട് ഇതല്ല എന്താ പറയുക, കലൻ്റെ ഭയങ്കര സംഭവം. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, നമ്മളെ മാപ്പിളപ്പാട്ടിൽ തന്നെ മൂസക്കയുണ്ട്, പേർക്കുണ്ട്, ഷെരീഫ്ക്കുണ്ട്, ഇവരെല്ലാവരെക്കാട്ടിയും വ്യൂസ്, മാപ്പിളപ്പാട്ടിൽ എല്ലാ സിംഗേഴ്സിനെക്കാട്ടിയും വ്യൂസുകൾ നമുക്കുണ്ട്. എന്തുകൊണ്ടുള്ളത്, ഞാൻ അവരെ എന്നിട്ട് ഒരു അംശം പോലും ഞാനാകുന്നില്ല കലനെ കൊണ്ടുള്ള സംഭവം. പക്ഷെങ്കിൽ ട്രെൻഡ് അനുസരിച്ച് കളിക്കുന്നത് കൊണ്ടാണ്, ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മാറുമ്പോഴാണ് അവിടെ ഒരു ഹൈപ്പ് ഉണ്ടാവുന്നത്. അത് ഞാൻ ഓൾറെഡി ബിസിനസ് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇവർക്ക് ആർക്കും ബിസിനസ് ഇല്ല. ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇങ്ങനെ എത്ര പാട്ടുകൾ ചെയ്യണം, ഇതിങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നാണ് അവരെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനെ കൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ഉണ്ടാക്കുക, നമ്മളെ ഫാമിലിനെ കെയർ ചെയ്യുക, നമ്മളെ സന്തോഷങ്ങൾ ഇതാക്കുക. അല്ലാണ്ട് എപ്പോഴും പൈസയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പാട്ട് ഹിറ്റുകൾ ഉണ്ടാക്കി എത്രയോ പാട്ടുകാർ എനിക്ക് അറിയുന്നതാണ്. എത്രയോ ഹിറ്റുകളുള്ള പാട്ടുകാർക്ക്
എന്താ പറയുക ഓരോ ഹെൽപ്പിനായിട്ട് സാമ്പത്തിക ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഒരു സിംഗറെ സഹായിക്കാൻ ഇത്ര പൈസൻ്റെ ഒരു ഇതിട്ടുണ്ട്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി സഹായിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കുക, എടാ ഇത്രക്കാർ ഹിറ്റുള്ള പാട്ടുകാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കലാകാരന്മാർ മൊത്തം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇത്ര പൈസ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചില സമയത്ത് സങ്കടമാവും. ഞാൻ പറയാം നമുക്കത് പേഴ്സണലി ചെയ്യാം, പബ്ലിക് ആക്കാണ്ട് നമുക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പൈസ കൊടുക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം, അല്ലാഹുവേ ഒരു കാരണവശാലും എന്നാ പറയണ്ട അങ്ങനത്തെ ഒരു ഗതി ആയിരിക്കും എനിക്കെന്നല്ല ആർക്കും ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ അതിന് ചെയ്യേണ്ട പരിപാടി ജനങ്ങളെ തൃപ്തിപ്പെടുത്തലല്ല. ആദ്യം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ബുദ്ധിക്ക് കളിച്ച് പൈസ ഉണ്ടാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ആ പൈസ എടുത്തിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അല്ലാണ്ട് ഇതിപ്പോൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കാന്ന് മറ്റേ നമ്മളെ ഊർജ്ജമോ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ഒരു പൈസ ഇല്ലാണ്ട് പിന്നെ ഷുവർ. കാരണം ഞാൻ അതല്ലേ പറഞ്ഞ മാപ്പിളപ്പാട്ടിൽ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ആൽബത്തിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ സിംഗേഴ്സ് ഇപ്പൊ ദാസേട്ടൻ അടക്കം എല്ലാം മടിക്ക് എടുത്ത് വെച്ചോ. എന്നാലും ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഫണ്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ സിംഗർ എന്നുള്ള ലെവലിൽ മ്യൂസിക്കിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ പല ആൾക്കാരും പറയും ദാസായിട്ട് അതിനെക്കാട്ടിയും പൈസ ഉണ്ടാക്കിന്, മറ്റേ ഇവർ ഇങ്ങനെക്കാട്ടി പൈസ ഉണ്ടാക്കിന്. ചിലപ്പോൾ ഇത് സ്റ്റേജ് അല്ല കേട്ടോ പറയുന്നത്, മ്യൂസിക്കിന്റെ സംഭവങ്ങൾ സ്റ്റേജ് ഒഴിച്ചിട്ട്. കാരണം ഇതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ഇവർ ഇത്രയും കൊല്ലത്തെ പാടി എല്ലാവരുടെ പാട്ടുകളുടെ റിപ്പോർട്ടുകൾ ഇവർ വ്യൂവർഷിപ്പ് എത്രയാണ് എല്ലാം. കാരണം നമുക്കിത് സ്റ്റഡി മാത്രമല്ല നമ്മളെ കമ്പനിക്കാർ തന്നെയാണ് മൊത്തം ഇവരുടെ പാട്ടുകളെല്ലാം. ഇപ്പോൾ മാർക്കറ്റിംഗ് കമ്പനി ആയിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ എല്ലാ കമ്പനിക്കാരും ഞാനുമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെന്നോട് പറയുമല്ലോ, എടാ ഈ പാട്ടിന് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട്, ഈ പാട്ടിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, പാട്ട് ഭയങ്കര ഹിറ്റാണല്ലോ, ദാസേട്ടനാണ് ഇങ്ങനെ ഇവരാണല്ലോ പാടി, എടാ അത് ഫണ്ട് വന്നിട്ടില്ല, ചിലപ്പം ഭാവിയിൽ വരുമായിരിക്കും. അപ്പം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഏത് മാർക്കറ്റിംഗ് ടീമുമായിട്ട് പഠിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് ജീനിയസ് തന്നെയാണ്. അപ്പൊ ഞാനൊരു ഇത് പഠിക്കാണ്ട് ഒരിക്കലും നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങില്ലല്ലോ. ഒരു കാര്യം ചെയ്യട്ടെ, അപ്പൊ ഈ 10 കോടി വ്യൂസ് ഒക്കെ കിട്ടിയ സമയത്ത് ശരിക്കും അങ്ങനെ എത്ര അതിൻ്റെ അകത്തുനിന്ന് കിട്ടി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ ചോദിച്ചാൽ? എത്ര ആ വ്യൂസ് 10 കോടി വ്യൂസ് ഒക്കെ ആ ഒരു പാട്ടിന് വന്നു, അപ്പോൾ അതിന് എത്ര റവന്യൂ എത്ര കിട്ടിയെന്ന്? നമ്മളിത് ഈ റെഡിക്കോനെ യൂട്യൂബ് മാത്രമല്ല ഇതിൻ്റെ ബിസിനസ് കിടക്കുന്നത്. യൂട്യൂബ്, ഓഡിയോ പ്ലാറ്റ്ഫോം പറഞ്ഞാൽ സ്പോട്ടിഫൈ, ഇങ്ങനെ ഓഡിയോ ആയിട്ട് സ്ട്രീമിംഗ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. CD-ൻ്റെ സംഭവങ്ങളുണ്ട്, ലൈബ്രറി ഉണ്ട്. ഈ പാട്ട് വേണ്ടിക്ക് റേഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ TV, ടെലിവിഷൻ, കേബിൾ റൈറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അടുത്ത ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യാൻ ഞാൻ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തായാലും ഒരു കാര്യം പറയാം, നഷ്ടമില്ല. 25 ലക്ഷം റുപ്യൻ്റെ മുകളിൽ ഇതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ ഉള്ള റിപ്പോർട്ടിന് 25 ലക്ഷം രൂപൻ്റെ മുകളിൽ എല്ലാം കൂടിയിട്ട് വന്നിട്ടുണ്ട് 2 വർഷം മുന്നേ. കാരണം ഞാനത് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ 3 മാസം 4 മാസം കൂടുന്ന സംഭവം നോക്കും. പിന്നെ ഞാൻ പാടിയ പാട്ടുകൾക്ക് ചില പാട്ടുകൾ ഞാൻ റിപ്പോർട്ട് നോക്കും. എന്തിനും റിപ്പോർട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വാച്ച് ടൈം കൂടിയിട്ടുള്ളത്, ഏത് കണ്ടന്റാണ് കൂടുതൽ ആൾക്കാർ നോക്കിയത്. അപ്പോൾ അത് റിലേറ്റഡ് ചെയ്തിട്ട് ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞ പാട്ട് അതേ റിലേറ്റഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുറേ പാട്ടുകൾ ഇറക്കി. ഇപ്പോൾ ലാസ്റ്റ് ഒരു പാട്ട് വന്ന് ബാപ്പാൻ്റെ പൊന്നല്ലേ ഉമ്മാൻ്റെ തേനല്ലേ, ആ പാട്ട്. കാരണം അതേ റൂട്ടിലും വേറൊരു കൺസെപ്റ്റും വെച്ചിട്ടാണ് സാധനം ചെയ്യുന്നത്. അത് ഇനിയിപ്പോൾ ഇനി വരുന്ന 2-3 വർഷം കൊണ്ട് ചിലപ്പോൾ ഇത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉമ്മയോടാണ് ഇഷ്ടം അതിന്റെ സ്റ്റാർട്ടിങ് ആണ്. പക്ഷെ ആ ലൈൻ ഒന്ന് പാടുമോ? അല്ല അത് അപ്പോൾ പാടിയ ഫസ്റ്റ് നമ്മൾ ഉപ്പ ഉപ്പ എന്നോടാണ് ഉമ്മാനോടോ സ്നേഹം, അതാണ് ഫസ്റ്റ് പാടിയത്. അതില്ലേ മറ്റേ ഇൻസ്റ്റയിൽ ഞാൻ നോക്കിയപ്പോൾ അത് വേറെ ഒരു മറ്റേ തട്ടമൊക്കെ ഇട്ടിട്ടൊരു കുട്ടി തട്ട് വിട്ടിട്ട് ഒരു സോങ് ഇല്ലേ, ഇതാണ് ബാപ്പാന്റെ പൊന്നല്ലേ, ബാപ്പാന്റെ പൊന്നല്ലേ ഉമ്മാന്റെ, അതല്ലേ? അത് സ്റ്റാർട്ടിങ് മോനാണോ? അയ്യോ മോനല്ല, അത് പിന്നെ അതല്ല നീ പറയുന്ന ഇതായിരിക്കും ഞാനും മോളും തനിച്ച്. ആ സോങ് ആണ് ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു മോനും ഒരു മോളും കൂടി തട്ടമൊക്കെ ഇട്ടിട്ട് ആ തട്ടമൊക്കെ വൈറലായിട്ടുള്ള കുട്ടികളാട്ടാ. കഞ്ചൂസ്, നൈഷ, ഷയ എന്നാണ് അവര് പേര്. കാസർഗോഡിലെ കുട്ടികളാണ്. ഭയങ്കര ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കഞ്ചൂസ് എന്ന് പറഞ്ഞാൽ അത്ര 3-3.25 വയസ്സേ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മളത് പാടുന്നില്ല, അഭിനയിക്കുന്നത് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടീനെ, ചെറുതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഷയാനും ഭയങ്കര ഇഷ്ടം. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ കലാജീവിതത്തിനകത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടുപോകുന്നത് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതിൻ്റെ അത്ര ഒരു അട്രാക്ഷൻ വേറൊരു കുട്ടിക്ക് കിട്ടി. കാരണം അഭിനയിക്കുന്നതായിക്കോട്ടെ, അവർ സംസാരിക്കുന്നതായിക്കോട്ടെ. ഞാൻ ഷൂട്ടിങ്ങിന് പോയി എൻജോയ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ.
ഗുണ്ടയൊക്കെ വരട്ടുന്നത് ഇവരല്ലേ? ആ അതന്നെ പോവാ. അവര് സംസാരിക്കാൻ തന്നെ വായ എന്നോട് ഇതാന്നില്ല, വഴങ്ങുന്നില്ല, അത്രയും ചെറിയ കുട്ടികളാണ്. അപ്പൊ അവരെ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ പട 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 ചിറ്റുന്നൊരു പാട്ട് അവരെടുത്ത് ഇൻസ്റ്റയിലിട്ട് അത് ഓൾറെഡി വൈറലായി. ആ വൈറലായ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചു, അത് ചിലപ്പോൾ ഇവരെ വർക്കൗട്ട് ആകാൻ ചാൻസ് ഉള്ള കുട്ടികളാണല്ലോ. നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയി സംഭവം പറഞ്ഞു, ഇങ്ങനൊരു വർക്ക് ഉണ്ട്. കാരണം ഇതേപോലത്തെ ഒരു കൺസെപ്റ്റിലൊരു പാട്ടും ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചിലപ്പം വർക്കൗട്ട് ആകാൻ ചാൻസ്. അപ്പോൾ ഓൾറെഡി പാരൻസിൻ്റെ നമ്പർ വന്ന് പാരൻസായിട്ട് ഡിസ്കസ് ചെയ്ത് സ്റ്റോറി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓൾറെഡി അങ്ങനെയാണ് ആ വർക്ക് ഓൾറെഡി ഉണ്ടാകുന്നത്. ആ പാട്ടൊന്ന് പാടുമോ? ഞാനും മോളും തനിച്ച ഏറെ ദൂരം കോതിച്ച ഉപ്പാക്കെന്നും സ്നേഹം മൊത്തം ഉമ്മച്ചിയോടാ, ഉപ്പാക്കെന്നും കരള ഉമ്മാക്കെന്നും. നല്ലൊരു സോങ്, അത് ഭയങ്കര കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണത്. കുട്ടികളെ ഞാൻ പറഞ്ഞില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ 2 മാസം 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എല്ലാ പരിപാടിക്ക് പോകുമ്പോൾ കുട്ടികളാണ് സെൽഫി എടുക്കാനൊക്കെ ഓടി വരുന്നത് അല്ലേ അധികം. അത് റെഡിക്ക് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബിസിനസ്സാണ് കേട്ടോ. കാരണം ഞാനിത് ഓൾറെഡി പ്രോഗ്രാമിനെല്ലാം പോകുമ്പോൾ ഒരു സമയത്ത് ഫുൾ കുട്ടികളായി. എൻ്റെ ഒരു ഓഡിയൻസ് ഒരു സമയത്ത് ഫുൾ ഗേൾസും അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. കാരണം ലവ് സോങ്ങുകൾ അങ്ങനത്തെ പാടും. ഒരു ടൈം അങ്ങോട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുൾ കുട്ടികൾ, സ്റ്റേജിന്റെ മുന്നിൽ മൊത്തം കുട്ടികളുണ്ടാവും. കാരണം ഇങ്ങനത്തെ പാട്ടുകൾ പാടി ഞാൻ ഓൾറെഡി ബിസിനസ്സിൽ യൂട്യൂബ് മാത്രമേ ശ്രദ്ധിക്കല്ലോ. സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ കുട്ടികളുണ്ടാവും മൊത്തം മുന്നിൽ. ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ നിരന്നിട്ട്. അപ്പൊ ഓരോ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമല്ലോ, ഞാൻ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ തന്നു കൊടുക്കും. അപ്പൊ മക്കളോട് ഞാൻ ചോദിക്കും എന്താ മോളെ പേര്, അപ്പൊ ഇങ്ങനെയാ പേര്, ഞാൻ ചെയ്ത് പാട്ടാ കേട്ടെ, ഒരു ഉപ്പ അല്ലെങ്കിൽ ഈ പാട്ടുകൾ കുട്ടികളെ പാട്ടുകൾ പറയും. അപ്പൊ ഞാനിത് പല എല്ലാവരോടും ചോദിക്കുമല്ലോ, എല്ലാ ആൾക്കാരും ചിലപ്പോൾ ഒരു ലൈനിൽ പറയും, ചിലപ്പോൾ ഉപ്പ അല്ലെങ്കിൽ കുട്ടികളെ പാട്ട് പറയും. അതൊരു ട്രെൻഡായി. പിന്നെ വേറെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അകത്ത് ഈ ചിലപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ചിലപ്പം എൻ്റെ പാട്ട് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോ, മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവും. ഒറ്റ വെടിക്ക് 5 ആളും കൂടി വരും ഒരു വീട്ടിൽ നിന്ന്. ചിലപ്പോൾ മക്കൾ 2 ആളും വരും, ഉമ്മയും ഉപ്പയും ചിലപ്പോൾ അവർ കുടുംബക്കാരെല്ലാം വരും. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിലൊരു 300 കുട്ടികൾ എൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ട്രിപ്പ് അച്ഛനും അമ്മയെല്ലാം അവർ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വരും. ബാക്കിയുള്ള സിംഗേഴ്സിന് അങ്ങനെയല്ല, ബാക്കിയുള്ള സിംഗേഴ്സ് അവരെ ഫാൻസ് തന്നെ വന്നിട്ട് പരിപാടി കാണണം. പക്ഷെ കുട്ടികളുടെ ഓഡിയൻസിന്റെ അടുത്ത് അതൊരു പക്ക ബിസിനസ്സാണ്. സ്റ്റേജ് പ്രോഗ്രാമിന്റെ അടുത്ത് ടിക്കറ്റ് അവിടെ കൂടും. അങ്ങനെ ഒരു ബിസിനസ് അതൊക്കെ ശരി. അപ്പൊ ഇനി ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരില്ല നിൽക്കുന്നില്ല ഞാൻ പറയുന്ന കേട്ടൊരു ശരിക്കും അതെന്താണ് മോനെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരില്ല? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഷ്ടപ്പെട്ടതും ഞാൻ ഒരുപാട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത് സംഭവങ്ങൾ. അപ്പോൾ ഈ ഫീൽഡിൽ നല്ലതുമുണ്ട് വടക്കുമുണ്ട്, നല്ല വശങ്ങളുണ്ട്. നല്ല വശത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോവാം. പക്ഷെ അത് വേറെ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ലൈഫും പോവും, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതിൽ രണ്ടിലും എൻ്റെ മോന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനെ പോലെയാണ്. അത്രയും ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഹാപ്പിനെസ്സും എല്ലാം ഭയങ്കര അവനിൽ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ മോൻ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല. കാരണം ഞാൻ പപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി ബിസിനസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓനിക്ക് വേണ്ടി നിൽക്കുക. ഓൻ പറയുന്നത് പപ്പ എനിക്കിത് പിന്നെ ആവുന്നില്ല, ഞാൻ വേറൊരു ജോബിന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സമ്മതിച്ചു കൊടുക്കും. പക്ഷേ മോനോട് ഞാൻ പറയും, ഇങ്ങനെയാണ് പപ്പ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചതാണ്, ഈ സംഭവങ്ങളാണ്. അപ്പോൾ മോനിക്ക് റിസ്ക് ഒന്നുമില്ല, അത് ഓൾറെഡി കോർഡിനേഷൻ ചെയ്യാം, ബാക്കി സ്റ്റാഫ് കാര്യങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഓക്കെയാണ്. കാരണം ഞാനിത് ഇത്രയും കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു സ്റ്റേജിലേക്ക് ഞാൻ ഞാനിപ്പം ലക്ഷ്യം തുടരാൻ വേണ്ടി നിൽക്കും. ഞാനൊരു 5 വർഷം കൂടി എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. പ്ലാനിങ്ങിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഷ്ടപ്പെടരുത്. അപ്പോൾ ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പ്ലാനിലേക്ക് എത്തും. കാരണം വലിയൊരു പ്ലാനിലാണ് ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ആർക്കും അറിയാം, എൻ്റെ വൈഫിനല്ലാണ്ട് വേറെ ആരാക്കും ആ സംഭവം അറിയാം. അത് പല രീതിയിലും ഞാൻ കഷ്ടപ്പെട്ടിട്ടും സംഭവങ്ങളും ഊണും ഉറക്കും ഇല്ലാതെ എല്ലാമാണ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ. എൻ്റെ ഓളെൻ്റെ വൈഫെന്നെ പറയുന്നുണ്ട്, ഫീൽഡ് നിർത്തിക്കൂടി, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവർക്ക് തന്നെ സങ്കടമാണ്. കാരണം ഉറങ്ങാണ്ടും ഇങ്ങനെല്ലാം ചിലപ്പോൾ പുരക്കെല്ലാം ഞാൻ വീട്ടിലിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കണ്ണെല്ലാം ഇങ്ങനെ ഫുൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഒരു സമയമായി കഴിഞ്ഞാൽ ഞാനെല്ലാം സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഞാൻ ചിലപ്പോൾ പുരക്കേണ്ടിയിരിക്കും ഫുൾ ടൈം. സക്സസ് എന്നല്ല, പൈസ ഓൾറെഡി അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഒരു അപ്പുറത്തേക്കുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ പോയോണ്ടിരിക്കുന്നു. അത് സക്സസ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി CD-യുടെ നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഹലോ ട്യൂൺസ്, അതിൻ്റെ അകത്തുനിന്ന് പിന്നെ CD-യിലേക്ക് വന്നു, CD കാസറ്റിൽ നിന്ന് ഇപ്പോൾ യൂട്യൂബിലാണ് തരംഗം. അപ്പോൾ അതിൻ്റെ ഒരു റവന്യൂ കിട്ടുന്നത് എങ്ങനെയാണ് ശരിക്കും? ഇതിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ? എല്ലാ മേഖലയിലും നല്ല പോലെ ഐഡിയ പോലെ ബുദ്ധിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാ ഫീൽഡിലും ബിസിനസ്സാണ്. CD-ൻ്റെ യുഗം ചിന്തിക്കുന്നതാണെങ്കിൽ CD-യിൽ
നമ്മൾ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഏതൊരു സംഭവങ്ങളും നമ്മൾ മുന്നേ ആൾക്കാർ വന്ന് ചെയ്ത കാര്യങ്ങൾ അതേപോലെ നമ്മൾ കോപ്പി അടിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. ഒരു 2 കാര്യം പറയാം. CD യുഗം, CD ആണെങ്കിൽ നമ്മൾ ഫുൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം CD ഷോപ്പ് കൊണ്ടുപോയിട്ടാണ് ഫുള്ള് CD സെയിൽ ചെയ്തത്. പക്ഷേ ഞാനൊരു സമയത്ത് ഞാൻ പാട്ട് ആൽബം ഇറങ്ങുമ്പോൾ 10 പാട്ടുണ്ടാവും. അതിൻ്റെ ചിലപ്പം ഒരു 5 പാട്ട് പുതിയ ആൾക്കാർക്ക് കൊടുക്കും. ഈ 5 ആൾക്കാരോട് ഞാൻ പറയും, മുത്തേ പിന്നെ എനിക്ക് പാട്ട് പാടാൻ ഫ്രീ ആയിട്ട് തരും, പക്ഷേ 100 CD വിൽക്കണം എന്ന് പറയും. അപ്പോൾ ആടെ 100 CD വിൽക്കുകയാണെങ്കിൽ 5 ആൾ ചെയ്യുന്നതാണെങ്കിൽ 500 CD അവിടെ പോകും. ഒരു CDക്ക് 50 റുപ്യ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അതൊരു ബിസിനസ്സാണ്. ഇതേപോലെ ചില പാട്ടിൽ 100 പാട്ടുകാരെല്ലാം ഇറക്കിയിട്ട് ഞാൻ പാട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എത്രയാ 10 പാട്ടുകാർ പ്രൊഫഷണലും ബാക്കി 90 ഇതേപോലെയാണ്. അങ്ങനെ പക്ക ബിസിനസ് CD-ൻ്റെ അതേപോലെ മക്ബറ അങ്ങനത്തെ എല്ലാത്തിലും നമ്മളെ സ്റ്റാഫിനെ വെച്ചിട്ടെല്ലാം കളിച്ചിട്ട് CD സെയിൽ ചെയ്തിട്ടുണ്ട്. CD ഷോപ്പിന് പുറമെ CD ഷോപ്പ് വേറെയും ലൈബ്രറി അങ്ങനത്തെ നമ്മൾ CD എവിടെ വെക്കാണ്ടിരിക്കുന്ന എന്തിന് നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ഈ വീട്ടിലെല്ലാം കയറി ചൂരിദാർ ഇതെല്ലാം വെക്കുന്ന അവരില്ലേ, ഒരു ദിവസം അങ്ങനെ പരിചയപ്പെട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് CD-ൻ്റെ പരിപാടി CD വിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെയെല്ലാം ആൾക്കാർ വാങ്ങുമോ? ഞാൻ പറഞ്ഞത് നിങ്ങളെ മെടുക്ക് പോലെ ഇരിക്കും. 50 റുപ്യൻ്റെ CD ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോപ്പിലല്ല. അപ്പോൾ നമ്മളൊരു 35 റുപ്യ കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി 25 റുപ്യ തരാം. നമുക്കിത് എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ. വീട്ടിൽ കയറിയിട്ട് വിറ്റിട്ട് 10,000 CD പോയി. കാരണം അതൊരു ബിസിനസ്, കാരണം അതിനൊരു ബിസിനസ് ട്രിക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് CD-യിൽ. യൂട്യൂബിലേക്ക് വരുന്നതാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരു ചാനലായിരിക്കും ഉണ്ടാകും. ഇപ്പോൾ ഒരു പാട്ടിറക്കാനാണെങ്കിൽ ഒരൊറ്റ ചാനലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചിന്തിച്ച് ഈ CD-ൻ്റെ അതേപോലെ തന്നെ യൂട്യൂബിൽ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക? കാരണം ഒരു ചാനലിൽ ഇട്ടിട്ടൊന്നും ഒരിക്കലും ഒരു വർക്ക് ഹിറ്റാക്കി എടുക്കാണ്ടിരിക്കുക ഭയങ്കര പണിയാണ്. എനിക്ക് തോന്നുന്ന ആൽബം ഇൻഡസ്ട്രിയിൽ 100 വർക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ വെറും 2-3 പാട്ടേ ഹിറ്റുകൾ ഉണ്ടാവുന്നില്ലോ. നമ്മളെ താൾബോയ്സ് ചോദിച്ചിട്ട് അവർക്ക് ഫണ്ട് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ബാക്കിയെല്ലാം ഫ്ലോപ്പാണ്. കാരണം അവർക്ക് അതിൻ്റെ ബിസിനസ് അല്ലേ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ആൽബം ഇറക്കി കഴിഞ്ഞാൽ പരക ചാനൽ ഉണ്ടാവും. പല പേരിലും പല രീതിയിലും ചാനലുണ്ട്. അതിലെല്ലാം ഇട്ടിട്ട് ഒരു ചാനലിന് 1 ലക്ഷം വ്യൂസ് മതി. 100 ചാനലുണ്ടെങ്കിൽ 1 കോടി വ്യൂസ് ആയി. മനസ്സിലായ? അപ്പോൾ പരക്ക എല്ലാത്തിനും റവന്യൂ കിട്ടും. ബാക്കി ഒരു ചാനലിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1 ലക്ഷം മാത്രം വെച്ചിട്ട് ലൈഫ് ടൈം നിൽക്കാൻ പറ്റില്ല. ഇത് നമ്മൾ 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും മാറ്റം എങ്ങനെയായാലും മുതലാണ്. അപ്പോൾ അങ്ങനെ യൂട്യൂബിൻ്റെ അടുത്തും വർക്കൗട്ടായി. പിന്നെ ഇപ്പോൾ ഡിജിറ്റലായി, ഇത് ഓഡിയോ പ്ലാറ്റ്ഫോമാണ്. അതേ ഐഡിയാസ് പല പരിപാടിയും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ബാക്കിയുള്ള നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് കമ്പനി. അതുകൊണ്ട് നമുക്കത് അവർ 5 കൊല്ലം കഴിഞ്ഞിട്ട് പുതിയ സംഭവം വരുന്ന സമയത്ത് നമുക്കത് ഈ ട്രിക്ക് പറഞ്ഞു കൊടുക്കാം. ശരിക്കും വേറൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ ശ്രേയാ ഘോഷാലിനെ കൊണ്ട് മാപ്പിളപ്പാട്ട് പാടിക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? മാപ്പിളപ്പാട്ടല്ല, ആൽബം ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊരു മധുരം എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അപ്പോൾ പിന്നെ പാടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നോക്കി. പക്ഷേങ്കിൽ ആൽബം പാടൂല, ഫിലിമിൽ പാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഫിലിമാന്ന് പറഞ്ഞിട്ട് പാടിപ്പിച്ചാൽ മതിയല്ലോ. പക്ഷെ അവിടെ അങ്ങനെയല്ല. നമ്മളെന്തെങ്കിലും ഫേക്കായിട്ട് ചിലപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങും. അപ്പോൾ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളൊരാളെ ചീറ്റ് ചെയ്തിട്ടൊന്നും നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ശ്രേയ ഘോഷാൽ വേണ്ട. അപ്പോൾ അന്ന് ട്രെൻഡായിട്ട് വൈക്കം വിജയലക്ഷ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമുക്ക് വൈക്കം വിജയലക്ഷ്മിനെ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ആ പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ട്രെൻഡായിരുന്നു ആ പാട്ട്. മനോരമ ചെയ്തിട്ടുള്ളത്. ഈ മാപ്പിളപ്പാട്ടിൻ്റെ രംഗം, മാപ്പിളപ്പാട്ട് കലാകാരന്മാർ എപ്പോഴും കേൾക്കുന്ന ഒരു ആക്ഷേപമാണ്, ഇവർ എന്തൊക്കെയോ കഥയില്ലാതെ ഇങ്ങനെ പാടുവാണ്, മൂക്കുകൊണ്ട് പാടുന്നവരാണ്, മൂക്കുകൊണ്ട് പാടുന്ന രീതിയിലാണ് പിന്നെ കലാകാരന്മാർ മാപ്പിളപ്പാട്ട് പാടുന്നതെന്ന്, അങ്ങനെ ഒരു നെഗറ്റീവൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക? സിംഗറിനെ കൊണ്ടാന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ കമന്റ്സ് കാണുന്നത് മൂക്കുകൊണ്ട് പാടുന്നതെന്ന് പറയുന്നത് സലീം കോടത്തൂരാണ്. ശരിക്കും എനിക്കും ഇടയ്ക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടുന്ന ആളെന്ന രീതിയിൽ എന്താ തോന്നുന്നത്? സലീം ഖാനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. മൂപ്പര എന്താ പറയണ്ട കഴിവുകൾ, പാട്ട് നല്ലോണം എഴുതും, നല്ലോണം മ്യൂസിക് ചെയ്യും. പാട്ട് പാടേണ്ട കഴിവുകൾ ചിലപ്പോൾ നിങ്ങളിപ്പം പറയുന്ന പോലെ ഒരു ലിമിറ്റ് എന്ന് വിചാരിച്ചോ. മൂപ്പറ പാട്ടാണ് ഇന്ന് സുലേഖ മൻസിലിൽ എത്ര നാൾ കാത്തിരുന്നു പറഞ്ഞ പാട്ടുണ്ട്. ആ ഫിലിമിൽ ഈ പാട്ട് വരണൊക്കെ മൂപ്പർ എത്രത്തോളം കഴിവുണ്ടെന്ന് അറിയാൻ പറ്റുമോ? പിന്നെ മൂപ്പറെ പറ്റിയിട്ട് നിങ്ങളിപ്പോൾ പറയുന്നല്ലോ മൂക്കുകൊണ്ട് പാടുന്നുണ്ടെന്ന്. ഇന്ന് ടോപ്പിൽ നിൽക്കുന്ന സിംഗേഴ്സിൻ്റെ അടുത്ത് സലീം ഖാൻ ഉണ്ട്. ഞങ്ങൾ ചിന്തിക്കുക. പിന്നെ സലീം ഖാൻ അല്ല, മൂക്കുകൊണ്ട് പാടും നിങ്ങൾ പറഞ്ഞ് സംഭവം കളിയാക്കിയിട്ടായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ പാടിയിട്ടാണെങ്കിൽ ഇന്ന് ടോപ്പിൽ നിൽക്കണ്ടിക്കാം. മൂപ്പർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലാണ്ട് ഒരിക്കലും ഈ ഫീൽഡിൽ നിൽക്കൂലല്ലോ മൂപ്പർ. പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ താജുഖാനെല്ലാം പറഞ്ഞ പോലെ മൂപ്പറെല്ലാം എന്താ പറയുക ചാരിറ്റിയും ഇങ്ങനത്തെ എല്ലാം ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്.
അതെല്ലാരും എനിക്ക് പേഴ്സണലി അധികം അങ്ങനെ തോന്നിയതല്ല കേട്ടോ, ആൾക്കാരുടെ കമന്റ് കൊണ്ട് ആൾക്കാർ ഒരിക്കലും അങ്ങനെയാണ് മൂക്കൊണ്ട് പക്ഷെ നല്ല ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, അതൊക്കെ നല്ല സോങ്സ് ആണ്. നല്ല പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ മൂപ്പർ പാടിയിട്ടുണ്ട്. നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഇനി വരുന്ന ഒരുപാട് എന്താ വേണ്ട മൂപ്പറെ കാത്തിരിക്കുന്നുണ്ട് അവസരങ്ങളും. അത് ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വലിയ വലിയ സംഭവങ്ങൾ. പിന്നെ ഞാൻ ഈ കമന്റ് പറയുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, കമന്റ് അടിക്കുന്ന ഒരാളെയും എന്നുകൊണ്ട് ഒരു പുല്ലം മറയും. സത്യം പറയാലോ, അങ്ങനെ മൂക്കൊണ്ട് പാടും. എടാ അന്ന് അവർ വന്നിട്ട് പാടട്ടെ, അവർ പാടി കഴിവ് തെളിയിച്ചിട്ട് എന്ത് ചെയ്യുക, അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണിക്കുക, ഇത്ര വ്യൂസ് നമ്മൾ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഇത്ര ആർട്ടിസ്റ്റിന്റെ പവർ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. സലീംക്ക് ചെയ്ത ആ ഒരു, അല്ലെങ്കിൽ ഈ ഒരു നിലയിൽ മൂപ്പർ എത്തിയതുപോലെ മൂപ്പറെല്ലാം എന്നാണ്ട് മൂപ്പറ വീടെല്ലാം ഓലപ്പുരയാ. അങ്ങനത്തെ ഓലപ്പുരയിൽ നിന്ന് ഇന്ന് നല്ലൊരു വീടും നല്ലൊരു കുടുംബവും നല്ല സംഭവങ്ങളായിട്ട് മൂപ്പർ ഈ ഫീൽഡിനെ കൊണ്ടുവന്നതാണ്. മൂക്കുകൊണ്ട് പാടി എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഈ പറയുന്ന ആൾക്കാർ കമന്റ് അടിക്കുന്നവർക്ക് ചിലപ്പം 10,000 രൂപ ശമ്പളമായിരിക്കും, വീട്ടിൽ അടുപ്പിൽ ചേര ഇങ്ങനെ പായുന്നുണ്ടാവും. അവരാണ് കുറ്റം പറയുന്നത്. ആദ്യം നമ്മളെ നന്നാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എന്താ പറയാം. സലീം ഖാനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ എന്താ പറയുക പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഒറിജിനൽ കണ്ടന്റിന്റെ, കാരണം അവരെല്ലാം ബിസിനസ്, ഞാൻ പറഞ്ഞില്ല ഞാനെല്ലാം പക്ക ബിസിനസ് മാനാണ്. മൂപ്പറൊന്നും ബിസിനസ് അല്ല, കല കൊണ്ട് അതിൻ്റെ ലിറിക്സ് ആയിക്കോട്ടെ മ്യൂസിക് ആയിട്ടോ അതിൽ ശ്രദ്ധിച്ച് ഓരോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഓരോരോ വർക്കുകളും ഇറക്കുന്നത്. നമ്മളൊന്നും അങ്ങനെയൊന്നല്ല. നമ്മുടെ ഒരു പാട്ട് ഇന്ന് 10 പാട്ട് മ്യൂസിക് ചെയ്യും, 10 പാട്ടിന് ലിറിക്സ് എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കും, നാളെ 10 പാട്ടും ഒരേ സമയത്ത് സ്റ്റുഡിയോയിൽ പാടും. മൂപ്പറിൽ ഒരു ഷാഫിക്കെല്ലാം ഒരു സമയത്തെല്ലാം ഞാൻ റെക്കോർഡിങ്ങിന് ഇത് വരാം, ഹാഫ് ഡേയിൽ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പാടിയിട്ടെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അത് ദിൽഹേ ഫാത്തിമ റിമിക്സ് സമയത്ത്, അത് ഞാൻ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്നത്. എന്നെ മറന്നു വെറുത്തോ, നല്ല പാട്ടാ അത്. അപ്പൊ ഷാഫി കൊല്ലത്തിനെ കുറിച്ച് വേറെ എന്താ പറയാനുള്ളത്? ഷാഫി ഖാനെ കുറിച്ചിട്ട് പറയുന്നതാണെങ്കിൽ മൂപ്പറെ പോലത്തെ ഒരു കലാകാരൻ ഈ ഫീൽഡിൽ ഉണ്ടാവില്ല. നല്ലൊരു അവസരങ്ങൾ കിട്ടാത്ത ഒരു വ്യക്തി. ലിറിക്സ്, മ്യൂസിക്, സിംഗർ, ആക്ടർ, ഡയറക്ടർ എന്ന് പറയുന്ന ഒട്ടുമിക്ക പരിപാടികളും മൊത്തം അതും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു കലാകാരൻ. ഞാനൊരു സംഭവം പറയാനുണ്ട്. മൂപ്പർക്ക് കിട്ടിയ ഹിറ്റുകൾ, മൂപ്പർക്ക് കിട്ടിയ പാട്ടുകൾ, ലിറിക്സും മ്യൂസിക്കും അതെല്ലാം വെച്ചിട്ട് പല ആൾക്കാരും മൂപ്പർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല ഇത് ലിറിക്സ് ആയിട്ടും മ്യൂസിക്. ആ പാട്ടുകൾ എനിക്കാണ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഷാഫി ഖാൻ്റെ ഹിറ്റുകൾ ഞാനാണ് കിട്ടിയിട്ട് ആ ബിസിനസ് ഞാൻ ഇന്ന് ചെയ്യുന്നതാണെങ്കിൽ ഒരു വർഷം കൊണ്ട് മിനിമം 25 കോടി ഉറുപ്പിക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഷാഫി ഖാനോട് പല ആൾക്കാരോട് പറയുന്നത്, കാരണം മൂപ്പർക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല. പക്ഷെങ്കിൽ കലാകാരനിൽ 100-ൽ 101% എഴുതി ഇടാൻ പറ്റുന്ന നമുക്കെന്നാ വേണ്ട ലെജൻഡ് ഒരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് ഇപ്പോൾ മാപ്പിളപ്പാട്ടിൽ ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളാവാൻ ചാൻസ് ഉണ്ട്. എരിഞ്ഞോളി മൂസക്ക, പഴയ കാലത്തെ പീർക്ക, അതേപോലെ കണ്ണൂർ ഷെരീഫ്, ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരെല്ലാം വെച്ചിട്ട് കലാകാരന് 100% പറയാൻ പറ്റുന്ന ഒരു പേരുണ്ടെങ്കിൽ കൊല്ലം ഷാഫി ആയിരിക്കും. കാരണം ഞാനടക്കം ഈ ഫീൽഡിൽ എന്താ വരാൻ ഇൻസ്പിറേഷൻ ആയ കാരണങ്ങളും, ഞാൻ മൂപ്പറയെല്ലാം പല പാട്ടുകളും ഒരു സമയത്ത് പാടിയിട്ടുണ്ട്. ആ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല കോടീശ്വരനായിരിക്കും, ഒരുപാട് പാട്ടുകളെല്ലാം പാടി ഹിറ്റാക്കി നല്ല പൈസയായിരിക്കും. അങ്ങനെ പോലും മൂപ്പറെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് വരണ്ടിക്കൽ. കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് വരണ്ടിക്കൽ ഇവരെല്ലാവരും നിമിത്തങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷാഫിക്ക, സലീംക്ക, താജുക്ക, ഈ 3 ആൾക്കാരെ ക്വാളിറ്റി, അവരെ പ്ലസും മൈനസും ജനങ്ങളുടെ ഇടയ്ക്കില്ല നല്ലതും വെടക്കും എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഷാഫിക്കൊക്കെ. അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് ഈ ആൽബം മാപ്പിളപ്പാട്ട് പാടുന്നവർക്ക് സാമ്പത്തികമായിട്ട് വിജയം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴായാലും? ഷാഫിഖാന്റെ ഞാൻ ഒരു സംഭവം പറയാം. കൊറോണ സമയത്ത് ഷാഫിക്ക് ഒരു ടെക്സൈസിൽ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. എത്രയോ 15,000-20,000 രൂപയ്ക്ക് ശമ്പളത്തിന്. അപ്പോൾ അങ്ങനെ ഒരാൾ പണിക്ക് പോകണ്ടിക്കൽ ബാക്കിംഗ് ബാലൻസ് ഇല്ലാണ്ട് ഒരിക്കലും. അതെ. കാരണം ഞാൻ കൊറോണൻ്റെ സമയത്തെല്ലാം എനിക്കെല്ലാം റവന്യൂ 10 ഇരട്ടിയാണ്. കാരണം പുരക്ക് എല്ലാവരും ഇരിക്കുന്നത്. കാരണം എൻ്റെ ഫുള്ള് യൂട്യൂബ് ഇതെല്ലാം ഫുള്ള് ആൾക്കാർ ഡബിളാണ്. ഞാൻ ആൽബം മാത്രമല്ല ബിസിനസ് ചെയ്യുന്നത്, പല പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത താൾബൂസിൻ്റെ പേരിലല്ലാത്ത പല സംഭവങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണൻ്റെ സമയത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓളുമായിട്ട് ഫുൾ ടൈം കോളിലാണ്, അത്രയും ഫ്രീ ആയിട്ട്. ഞാനും എൻ്റെ വൈഫ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കോവിഡ് ടൈം ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് നോക്കും. നമ്മൾ പിന്നെ ഓഫീസിൽ വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും ഹോം വർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലാപ്പും കാര്യങ്ങളും കൊടുത്തിട്ട് അന്ന് നല്ല ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷാഫിക്ക് ഇങ്ങനെ തുണിക്കടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നോ?
ഇല്ല, അത് ഷാഫിക്ക് ഓൾറെഡി പിന്നൊരു അവസരത്തിൽ വെളിപ്പെടുത്തി വെക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ ഒരു ഇൻ്റർവ്യൂവിലായിട്ട് ഷാഫിക്ക പറഞ്ഞാൽ ഞാൻ ഷാഫിക്കാക്ക് ഒരു മെസ്സേജ്, ഒരു കരയുന്നൊരു സിമ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂപ്പരെല്ലാം കാരണം എന്താ പറയുക, മൂപ്പർക്ക് ഒരുപാട് ഹൈറ്റേഴ്സ് എന്ന് പറയേണ്ട, കാരണം തുറന്നു പറയുന്നൊരു വ്യക്തിയാണ്. എന്ത് കാര്യങ്ങളും പച്ചയായിട്ട് തുറന്നു പറയും. അപ്പോൾ ഈ തുറന്നു പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. മൂപ്പറപ്പരം ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മൂപ്പറ ക്വാളിറ്റി മനസ്സിലാക്കണം. അങ്ങനെയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കൊരു വ്യക്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പഠിക്കണം. മാപ്പിളപ്പാട്ട് കലാകാരന്മാർക്ക് ഇന്ന് അംഗീകാരം കിട്ടുന്നു എന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിലും. ഇന്ന് ഒരു റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് എന്നല്ല, ആൽബം സിംഗേഴ്സിന് അന്ന് മുതൽ ഇന്ന് വരെ നല്ലത്. മാപ്പിളപ്പാട്ടിൽ ഇപ്പോൾ എന്നുകൊണ്ട് ഷെരീഫ് ഖാനെക്കാട്ടിയും എന്നുകൊണ്ട് ഷെരീഫ് ഖാൻ, ഷാഫിക്ക, ഞാനെല്ലാം വരുന്നതിന് മുന്നേ ഷെരീഫ് ഖാൻ, ഷാഫിക്ക, മൂസക്കെല്ലാം ഉണ്ടായ സമയത്തും ഒരു വേദിയിൽ മൂസക്കയും ഷെരീഫ് ഖാനും പോയ വേദിയിൽ ഇപ്പോൾ അവിടെ താജുക്കോ ഷാഫിക്കല്ലോ പോയിട്ടുണ്ടെങ്കിൽ ക്രൗഡ് ടക്ക് ടക്ക് മറ്റു കൂടും. അപ്പോൾ ഓൾറെഡി മാപ്പിളപ്പാട്ട് ആൽബം എന്നുള്ള കാറ്റഗറിക്ക് അത് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഈ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവാറുണ്ട്. നെഗറ്റീവ്സ് ഇപ്പൊ ഇല്ലാത്ത ആർക്കയില്ലത്. അല്ല, ഒരു മിനിറ്റ്. നെഗറ്റീവ്സ് ഇപ്പോൾ പിന്നെ ഫിലിമിലെ മോഹൻലാലിനുണ്ട്, മമ്മൂക്കാക്കുണ്ട്, പിന്നെ ഫിലിമിലെ എല്ലാ ആൾക്കാർക്കുണ്ട്. ബിസിനസ് ചെയ്യുന്നപ്പോൾ ഏറ്റവും വലിയ യൂസുഫ് അലിക്ക് പോലും എന്താ വേണ്ട നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ഇല്ലാണ്ട് ആരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എന്തുകൊണ്ട് നെവർ മൈൻഡ് ആക്കി വിടുക. കാരണം നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളത് ഫോക്കസ് ചെയ്യുക, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പോവുക. അല്ലാണ്ട് ജനങ്ങളെ കമന്റും ബാക്കിയുള്ള കമന്റും ഒരിക്കലും നോക്കിയിട്ട് കാര്യമില്ല. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, തൻസീർ കൂത്തുപറമ്പ് കണ്ണൂരിലുള്ളൊരു സ്ഥലമാണ്. കൂത്തുപറമ്പ് പറയുമ്പോൾ നമ്മൾ രക്തസാക്ഷികളെയാണ് എപ്പോഴും ഓർക്കുന്നത്. ശരിക്കും ഞാനും ഒരു കണ്ണൂരുകാരിയാണ്. എങ്ങനെയാണ് കണ്ണൂരിനെ നോക്കിക്കാണുന്നത്? ആൾക്കാർ പുറത്തുനിന്നൊക്കെ പറയും ഒരുപാട് എന്താ പറയുക, ബോംബും സ്റ്റീൽ ബോംബും കുഴിബോംബും കൊല്ലും കൊലയൊക്കെയാണെന്ന്. കണ്ണൂരിനെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞാൽ. കണ്ണൂരിനെ കുറിച്ച് പറയാം, ഞാൻ ജസ്റ്റ് ഒരു ഉപമ പറയാം. മലയാള ഫിലിമിൽ എന്ന് പറയേണ്ട അബു സലീം ഭയങ്കര വില്ലനും എന്ന് പറയേണ്ട ഫിലിമിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്. റിയൽ ലൈഫിൽ മൂപ്പർ എങ്ങനെയാണ്? പാവമാണ്. അതേപോലെ ഈ മീഡിയക്കാരും ന്യൂസിൻ്റെ ആൾക്കാരും ഇവരെല്ലാം കൂടിയിട്ട് എന്തുകൊണ്ട് ഒരു ലാബിൾ ചെറിയൊരു എന്താ പറയുക ഒരു സംഭവം നടന്ന്, അല്ലെങ്കിൽ വലിയൊരു സംഭവം നടന്ന്, ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ ആ നാട്ടിലെ മൊത്തം ആൾക്കാരെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഇല്ല. അപ്പോൾ കണ്ണൂരുകാർ പാവങ്ങളാണ്. പക്ഷെ അവർ ചങ്ക് കൊടുക്കും എന്താ ചെറിയ ചങ്ക് കുത്തുന്നല്ല, അവർ ഓൾറെഡി ഒരു ക്വാളിറ്റിയിലെ മനുഷ്യന്മാരാണ്. കണ്ണൂരിൽ നിന്നല്ല കേട്ടോ, എല്ലാ ജില്ലക്കാർക്കും. കാസർഗോഡാണ് ഭാര്യ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും, എല്ലാ ജില്ലക്കാർക്കും ഇതേ ക്വാളിറ്റീസ് ഉണ്ട്. അവർ ഇപ്പോൾ എന്താ പെൻഷനെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വെറുതെ ഒരു കാര്യമില്ലാണ്ട് മൂക്കിന് കുത്തി എന്ത് സംഭവിക്കും? തിരിച്ചടിക്കൂലേ? അത് തന്നെയാണ് എല്ലാവരും സംഭവം. അല്ലാണ്ട് ഒരു കാര്യം എന്നുകൊണ്ട് അറിയാണ്ട് ഒരിക്കലും ഒന്നിലും ആരും പോവില്ല. പിന്നെ വേറെ ലാസ്റ്റ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, 10 വർഷമായിട്ട് വോട്ട് ചെയ്യുന്നില്ല, വോട്ട് ചെയ്തിട്ട് ഇവരുടെ സമയം കളയുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് ശരിക്കും നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ശരിക്കും എന്തുകൊണ്ട് അത് ഇന്ത്യക്ക് എതിരല്ലേ? അപ്പോൾ ജനാധിപത്യത്തിനെതിരല്ലേ ഈ വോട്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഭരണം ഭയങ്കര സംഭവമാണെന്നില്ല? ഭരണത്തെ കുറിച്ചല്ല, പക്ഷെ നമ്മുടെ ഒരു ഓരോ 15 കൊല്ലമായി, ഇപ്പോൾ 20 കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഇത്രയും കൊല്ലമായിട്ട് നല്ല രീതിയിലാണോ ഭരണം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്, ഒരു സൈഡിൽ കിട്ടുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു സൈഡ് കിട്ടുന്നുണ്ട്, ഒരു സൈഡ് കിട്ടുന്നില്ല. ജനങ്ങൾ ഇപ്പോൾ ഒരാൾ മന്ത്രിയാവുന്നു അല്ലെങ്കിൽ ഒരു പാർട്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് കിട്ടുന്നില്ല എന്നല്ല, 100% പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നണം. ഇവർ അടിപൊളിയാണ്, അപ്പൊ ഇവർക്ക് തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യണം. ഇന്ത്യക്ക് പുറത്തു പോയി ജീവിക്കുന്നില്ല, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, ഇന്ത്യയിൽ ഒരു പൗരനായിരിക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ളത് ഭരണഘടന നമ്മളോട് പറയുന്നതാണ്. നേരത്തെയൊക്കെയാണ് ഓരോ പാർട്ടി, നമുക്ക് ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നമുക്ക് വോട്ട് കുത്താം, അല്ലെങ്കിൽ നമുക്ക് ഏത് പാർട്ടി ഇഷ്ടം അല്ലെങ്കിൽ നോട്ടൊക്കെ നമുക്ക് കുത്താനുള്ള, നോട്ടൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. വ്യക്തിപരമായിട്ട് പറയാൻ എനിക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. വോട്ട് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത പൗരന്മാര് ഇന്ത്യയിൽ ആവശ്യമില്ലാത്തവരാണെന്നാണ് കുഴപ്പമില്ല. ഞാൻ വേറെ രാജ്യത്ത് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യും. കാരണം ഇന്ത്യയിൽ ഓൾറെഡി ഇപ്പോഴത്തെ ഡോളറിന്റെ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ടു ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇതേ പരിപാടികൾ വേറെ എന്തെങ്കിലും പരിപാടി. ഒരു കലാകാരനായ ഒരാൾ ഇങ്ങനെ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം തെറ്റല്ലേ? സന്ദേശം തെറ്റാണ്. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്.
ഞാനിപ്പോൾ ബിൻഷിയോട് പറഞ്ഞത് ബിൻഷിയും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രശ്നം എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഞാനിപ്പോൾ ബിൻഷിനോട് പറഞ്ഞു ബിൻഷ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയുന്നത് തെറ്റാണ്. അല്ലാണ്ട് എൻ്റെ വ്യക്തിപരമായിട്ട് ഇപ്പം ഞാൻ പല കാര്യം ഞാൻ പാർട്ടിയിലെല്ലാം ഭയങ്കര പ്രവർത്തകനാണ്. ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കി 2-3 വർഷം ഇവിടെ പോയി എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, ഇല്ല പൈസ മൊത്തം അങ്ങോട്ടേക്ക് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ട് എനിക്കൊരു കാര്യമില്ല. ഞാൻ ഓൾറെഡി ഇന്ന് പാർട്ടിയും അങ്ങനത്തെ പരിപാടികളും എല്ലാ ചൊറകളും ഒഴിവാക്കി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയായി. ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ പല പൈസകളും എന്നുകൊണ്ട് പല സംഭാവനകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് അന്ന് ഞാൻ ചിലപ്പോൾ 1000 രൂപ കൊടുക്കേണ്ട 1 ലക്ഷം രൂപയോളം ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ തൻസീർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ രാജ്യത്ത് വന്നാലല്ലേ, എന്തെങ്കിലും ഒരു അപകടം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇവിടുത്തെ സർക്കാരോ ആരെങ്കിലും തന്നെ അല്ലേ, ഇവിടുന്ന് നമ്മളൊക്കെ തെരഞ്ഞെടുത്ത പ്രതിനിധികളല്ലേ സഹായിക്കുന്നത്. പൈസ ആയിട്ടല്ലോ അപ്പോഴത്തേക്ക് ഞാൻ മുങ്ങി കളയും. ആണോ? അങ്ങനെയാണ് എനിക്ക് ഒന്നുമില്ല, നോ വേർഡ്സ്. ഏതായാലും ഇത് കണ്ടിട്ട് ഏതായാലും എല്ലാരും വോട്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ ഇത് കേട്ടിട്ട് ആരും വോട്ട് ചെയ്യാതിരിക്കും. ഒരുപാട് പേര് ഇപ്പൊ വോട്ട് ചെയ്യാത്ത വോട്ട് ചെയ്യണം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്താ പറയുക ബാക്കി അവരവരെ വ്യക്തിപരമായിട്ട് അവരെ പ്രൈവസിയിൽ അവരെ വിട്ടുകൊടുക്കുക. ഇപ്പൊ ബിൻഷ വോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. എവിടെ എത്ര ക്യൂ നിന്നിട്ടാലും ഞാൻ ചെയ്തിരിക്കും. അപ്പൊ അത് സമ്മതിദായക സോറി വോട്ടിംഗ് അവകാശം ഞാൻ ഏതായാലും അത് നമ്മുടെ ഒരു അവകാശമായിട്ട് ചെയ്യാം. പക്ഷെ എനിക്കതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ പിന്നെ ഇത് പറഞ്ഞാലും പിന്നെ കൂടിപ്പോയി. നമ്മളെ ഇപ്പം എന്താ വേണ്ട പല ആൾക്കാരും പല രീതിയിലും വോട്ടുകൾ ആധാർ കാർഡെല്ലാം കൊണ്ടുപോയിട്ട് ഒരു കള്ള വോട്ട് ഇതെല്ലാം ചെയ്യുന്നില്ലേ? കള്ളവോട്ടൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പോട്ടെ ചെയ്യുന്നുണ്ടോ? ഒരാളെങ്കിലും പോട്ടെ 1% ചെയ്യുന്നുണ്ടോ? കേരളം എന്നല്ല എവിടെ 1% ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ വെറുതെ കമന്റ് അടിക്കണേട്ടാ ബീറ്റ്സ് ഒക്കെ കൊടുക്കണേ കമന്റ്. പക്ഷേ ഇല്ലേ ഇപ്പോഴും പക്ഷേ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ 2 സ്ഥലത്ത് വോട്ടുള്ളവരൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തൊക്കെ ചെയ്തവരൊക്കെ എനിക്ക് അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിവുകളില്ല. ഞാൻ അങ്ങോട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഇനി പഠിക്കും കഴിയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഇപ്പോൾ ബിൻസിന്റെ ഇന്റർവ്യൂ എല്ലാം കണ്ടിട്ടാണ് പറഞ്ഞത് എടാ നിന്നെ ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ വിടൂല, ലണ്ടനിലോ US അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പഠിക്കും ഇങ്ങനെയെല്ലാം വിഷയങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചിലപ്പം പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ചെയ്തത് ഞാൻ തെറ്റാണ്. ഞാൻ പച്ചക്ക് പറയൂട്ടോ. എനിക്ക് ഒരിക്കലും ഞാനെന്താ പറയണ്ടേ കൊല്ലം വോട്ട് ചെയ്യാതെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഇനിയെങ്കിലും വോട്ട് ചെയ്ത് എന്താ പറയുക ഒരു ജനാധിപത്യ പൗരനായി ഞാൻ ഈ വോട്ടും പാർട്ടിന്റെ ബേക്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വരുമോ? പിന്നെ എത്രയോ പാർട്ടിക്കാരുണ്ട് നല്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ എന്റെ വണ്ടിയിൽ ഇപ്പൊ 3 ആളുണ്ട്. ആ 3 ആളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യോ? വെറുതെ ചെയ്യോ? ഇത് ഞാനൊന്ന് ഒരു അറിവിലേക്ക് ഇനി ആരും ഇങ്ങനെ ചെയ്യാ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇവിടെ നോക്കിക്കോ അടുത്ത ഒരു 2 കൊല്ലം കൊണ്ട് മീഡിയയിൽ ഭയങ്കര ഹൈപ്പിൽ വരുന്ന ഒരാളാട്ടാ. ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിക്കാത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എന്നിട്ട് തിരിച്ചും മറിച്ചെല്ലാം ചോദിച്ചിട്ട് തന്നവിടെ വായിന്നെടുക്കാം. പൃഥ്വിരാജിനെ കെട്ടത് എനിക്ക് ഇവരെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പൊളിച്ചടക്കും. കാരണം ഞമ്മക്കൊന്നും സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഏതായാലും സന്തോഷം. ഞാനും കണ്ണൂരാണ്. അപ്പൊ കണ്ണൂരുള്ളവരൊക്കെ വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റായ നിലപാടാണ്. ആൽബത്തിന്റെ ഇന്റർവ്യൂല് അത് ഫുള്ള് വോട്ട് കണ്ടന്റ്. ഇപ്പോൾ കുഞ്ഞു പെങ്ങളുടെ കല്യാണം വലിയൊരു ഹിറ്റ് ആവട്ടെ. എല്ലാവരും കാണാൻ നല്ല രസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കോമഡി ഉണ്ട് എന്നാൽ നല്ല പാട്ടുമാണ്. ഏതായാലും എല്ലാ ആശംസയും മുന്നോട്ട്. അപ്പോൾ എല്ലാവരും എന്താ കുഞ്ഞുവാട കല്യാണം 9ാം ഭാഗം കാണുക. കാരണം ഇന്നത്തെ ഇന്റർവ്യൂവിൽ ആൽബം ഇന്റർവ്യൂ എന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചത്. ഇവിടെ എന്നെ മുഖ്യമന്ത്രിയോ MLA ആയിട്ട് ആക്കേണ്ട വോട്ടിൻ്റെയും എനിക്കറിയാത്ത പല വിഷയങ്ങളും ചോദിച്ചു. പിന്നെ പല എയറിലാവേണ്ട പല ക്വസ്റ്റ്യൻസുകളും എൻ്റെ അടുക്ക് തിരിച്ചും മറിച്ചാലും ചോദിച്ച് എന്നെ ഒരു വിധത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അത് കമന്റ്സ് വരട്ടെ. ബാക്കി അവര് കമന്റ്സ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു.